ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ന് ISLൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച വിജയമാണ് നേടിയിട്ടുള്ളത്. ചെന്നൈയെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. ആദ്യമായിക്കൊണ്ടാണ് ചെന്നൈയുടെ മൈതാനത്ത് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നത്. സൂപ്പർ താരങ്ങളായ ജീസസ് ജിമിനസ്, പെപ്ര, അതുപോലെ തന്നെ കോറു സിംഗ് എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. അഡ്രിയാൻ ലൂണ 2 അസിസ്റ്റുകൾ ഈ മത്സരത്തിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ സന്തോഷത്തിനിടയിലും ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതായത് മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 സൂപ്പർ താരങ്ങൾ തമ്മിൽ പരസ്പരം അടികൂടുന്ന ഒരു കാഴ്ചക്കാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അതായത് നോവ സദോയും ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയും തമ്മിൽ പരസ്പരം ഒരു ചെറിയ വാഗ്വാദം ഉണ്ടായി. ഒരു ഏറ്റുമുട്ടൽ അവിടെ നടന്നിട്ടുണ്ട്. അതിന്റെ കാരണം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതായത് നോവ സദോയ് ബോക്സിലേക്ക് കടക്കുന്നു. അദ്ദേഹം അവിടെ ഷോട്ട് ഉതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2 ഓപ്ഷനുകൾ അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. ലൂണക്ക് വേണമെങ്കിൽ പാസ് നൽകാം, ഇഷാൻ പണ്ഡിതക്ക് വേണമെങ്കിൽ പാസ് നൽകാം. പക്ഷെ അദ്ദേഹം അവിടെ ഒരൽപ്പം സെൽഫിഷ് ആയി എന്നുള്ളതാണ്. അദ്ദേഹം സ്വയം ഗോളടിക്കാൻ ശ്രമിച്ചു. അത് ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണക്ക് തീരെ പിടിച്ചില്ല. അദ്ദേഹം ഉടനെ തന്നെ വളരെ ദേഷ്യത്തോടു കൂടി ഈ ഒരു നോവ സദോയുടെ നേർക്ക് പാഞ്ഞെടുത്തു എന്നുള്ളതാണ്. രണ്ടുപേരും ബോഡികൾ തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷിയാവേണ്ടി വന്നിട്ടുള്ളത്. കുറച്ചു നേരം ആ ഒരു വാഗ്വാദം തുടർന്നു എന്നുള്ളതാണ്. പിന്നീട് ഇഷാൻ പണ്ഡിറ്റ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടാണ് അത് സോൾവ് ആക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ 2 താരങ്ങളെയും പിടിച്ചു മാറ്റിയിട്ടുള്ളത്. ഇത് വലിയ നാണക്കേട് സൃഷ്ടിച്ച ഒരു കാര്യമാണ്. നോവയുടെ സെൽഫിഷ് ആണ് അതിന് കാരണം എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നോവ ഒരൽപ്പം സെൽഫിഷ് ആയിരുന്നു. അഡ്രിയാൻ ലൂണ പലപ്പോഴും അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കാണിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നോവക്ക് ഇന്നത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11ൽ സ്ഥാനം ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് അതിന്റെ കാരണം. പകരക്കാരനായിക്കൊണ്ടായിരുന്നു നോവ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. എന്നിട്ടും ഒരൽപ്പം സെൽഫിഷ് ആയത് ലൂണക്ക് ഒട്ടും പിടിച്ചില്ല. അതോടുകൂടിയാണ് ക്യാപ്റ്റനായ ലൂണയുടെ നിയന്ത്രണം കൈവിട്ടത്. അങ്ങനെയാണ് രണ്ടുപേരും ഇപ്പോൾ പരസ്പരം പോരടിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് വലിയ രൂപത്തിൽ ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.